കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റി 1 ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അല്ലേ. അതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? സെറ്റിങ്സ് റീവിസിറ്റ് ദ സ്റ്റോറി അഗെയിൻ. ആക്ടിവിറ്റി 1 പറയുന്നത് റീവിസിറ്റ് ദ സ്റ്റോറി അഗെയിൻ, വീണ്ടും നമ്മളെ സ്റ്റോറിയിലേക്കൊന്നും തിരിച്ചു പോകാന്നുള്ള. അതിൽ ക്യാരക്ടേഴ്സാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്? നമ്മൾ ചെയ്യേണ്ടത് ഓരോ ബബിൾസിലും ആ ക്യാരക്ടേഴ്സിൻ്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സാണോ ആ ക്യാരക്ടേഴ്സിനെ നമ്മളിതിൽ ചേർക്കണം. ഒന്നാമത്തെ അതിൽ കൊടുത്തിട്ടുണ്ട് ദ ബോയ് എ ലവർ ഓഫ് നേച്ചർ, ഗ്രാൻഡ് ഫാദർ എ 65-year-old മാൻ അല്ലേ. ഓരോരുത്തരെ പറ്റി ആ ഡിസ്ക്രിപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്, വിവരണവും കൊടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള കഥാപാത്രങ്ങൾ ആരാ? ഒന്ന് കോബ്ര അല്ലേ, ഒന്ന് കോബ്ര കൊടുക്കാം. പിന്നെ വേറെ ഏതാണ്? പിന്നെ ക്രോ, അതേപോലെ തന്നെ മൈന, അതേപോലെ തന്നെ സ്ക്യുറൽ, പിന്നെ ഏതൊക്കെയാണ്? ഗ്രാൻഡ് മദർ, മംഗൂസ്, വൈറ്റ് റാറ്റ്, 3 വൈറ്റ് ബേബി സ്ക്യുറൽ. ഇതൊക്കെയാണ് അതിലുള്ള മറ്റുള്ള കഥാപാത്രങ്ങൾ. ഇനി അതിൻ്റെ മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നല്ല. മെയിൻ ഇവൻറ്റ്സ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തത്? ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്യുറൽ. ബാക്കിയുള്ള നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള കഥാപാത്രം ഏതാണ്? അവിടെ അതിൽ കഥാപാത്രങ്ങളെല്ലാം എന്താണ് അവിടെ? ഒന്ന് ബോയ് സ്ക്യുറലുമായിട്ട് ആ അണ്ണാനുമായിട്ടുള്ള ചങ്ങാത്തം. രണ്ടാമത്തെ എന്താണ്? നമുക്കറിയാം അവർ തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ നമ്മൾ കൊടുക്കേണ്ടത്? ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. അടുത്തതിൽ നമുക്ക് എന്ത് കൊടുക്കാം? എന്തൊക്കെയാണ്? ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അല്ലേ. കുട്ടിയും അതുപോലെ തന്നെ അണ്ണാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. റാറ്റാണ് അല്ലേ. നമുക്കറിയാം ഇതിൽ കുട്ടി കണ്ട കാര്യങ്ങൾ, ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഇരുന്ന് കണ്ട കാര്യങ്ങളും അതിലെ കഥാപാത്രങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക? ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക്. ഇത് വളരെ സിമ്പിളാണ് അല്ലേ. 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഫാമിലി ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ആ കഥാപാത്രങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ കോളങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം അത് പൂരിപ്പിക്കും. നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം അല്ലേ. ആക്ടിവിറ്റി 2 എന്താണ്? ആക്ടിവിറ്റി 2ൽ പറഞ്ഞിരിക്കുന്നത് ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്യുറൽ. കുട്ടിക്ക് ആ സ്ക്യുറലുമായി ചങ്ങാത്തം കൂടിയത് വളരെയധികം എന്തുണ്ടായി? സന്തോഷമുണ്ടാക്കി. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടെല്ലിങ് ഹിം അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ടിന് കത്തെഴുതി. ഇപ്പോൾ അവൻ്റെ പുതിയ ചങ്ങാതിയെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്ത്? ഒരു കത്ത് എഴുതി. എന്തായിരിക്കും, എങ്ങനെയാണ് കത്ത് എഴുതേണ്ടതാണ് അല്ലേ. നമുക്കറിയാം നമ്മൾ 6ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് കത്ത് എഴുതുന്ന പഠിക്കുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ പേപ്പറിൻ്റെ വലതു ഭാഗത്തായിരുന്നു അഡ്രസ്സ് എഴുതുന്നെങ്കിലും ഇപ്പോൾ അഡ്രസ്സ് എഴുതുന്ന പേപ്പറിൻ്റെ ഇടത് ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്ത്, നമ്മുടെ പേപ്പറിൻ്റെ ഇടത് ഭാഗത്ത് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? ഇവി കോട്ടേജ്, ലാൻഡർ, കാനി, ഡെറാഡൂൺ, 28 ഏപ്രിൽ 1997. അവിടെ തുടങ്ങാണ്ടില്ലേ? ഡിയർ ശരവൺ. നമുക്കറിയാം ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും നമുക്ക് അടുത്ത ആളുകളാണ് നമ്മൾ ഡിയർ എന്നൊക്കെ പറഞ്ഞ് കത്ത് എഴുതുന്നത്. അപ്പോൾ ഡിയർ ശരവണ്ണാണ് കത്ത് എഴുതി. ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. നീ അവിടുത്തെ നിൻ്റെ നിൻ്റെ വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണെന്ന് എനിക്ക് അറിയാം. ഇനി ബാക്കിയാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. പറയുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് മാറ്റുക അല്ലേ. ഒന്നാമത്തെ സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവർ അണ്ണാനുമായി ചങ്ങാത്തം കൂടി ആ അണ്ണാൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് കത്തെഴുതിയെന്നാണ് അല്ലേ. അപ്പോൾ അണ്ണാൻ്റെ വിശേഷങ്ങളാണെങ്കിൽ കൂടുതൽ നമ്മൾ തീമൊന്നും മാറിപ്പോകാൻ പാടില്ല. അതൊക്കെ അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ്? അവന് ചങ്ങാതിയായിട്ട് കിട്ടിയ ആരെയാണ്? അണ്ണാനാണ്. അപ്പോൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഐ വാണ്ട് ടു റൈറ്റ് യു അബൌട്ട് മൈ ത്രില്ലിങ് എക്സ്പീരിയൻസ് വിത്ത് എ ന്യൂ ഫ്രണ്ട്. അതാണ് നമ്മൾ ഒന്നാമത്തെ എഴുതേണ്ടത്. ഐ വാണ്ട് ടു റൈറ്റ് യു അബൌട്ട് മൈ ത്രില്ലിങ് എക്സ്പീരിയൻസ് വിത്ത് എ ന്യൂ ഫ്രണ്ട്. എൻ്റെ പുതിയ ഫ്രണ്ടിനെ പറ്റിയൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ്? എ ഗ്രേ സ്ക്യുറൽ ദാറ്റ് ലിവ്സ് ഓൺ മൈ ഓൾഡ് ബനിയൻ ട്രീ ഇസ് മൈ ന്യൂ ഫ്രണ്ട്. എ ഗ്രേ സ്ക്യുറൽ, ഒരു ഗ്രേ നിറത്തിലുള്ള സ്ക്യുറൽ ദാറ്റ് ലിവ്സ് ഓൺ മൈ ഓൾഡ് ബനിയൻ. എൻ്റെ ആ ബനിയൻ ട്രീയുടെ മുകളിൽ ഒരു ഗ്രേ കളറുള്ള അണ്ണാൻ താമസിക്കുന്നുണ്ട്. ഈസ് മൈ ന്യൂ ഫ്രണ്ട്. അവൻ ആരാണ്? എൻ്റെ പുതിയ ഫ്രണ്ടാണ്.
ഹീസ് ബോൾഡ് ആൻഡ് ലവിങ്. അവൻ ലവിങ് ആണ്, വളരെ സ്നേഹമുള്ളതാണ്. അതേപോലെ തന്നെ എന്നോട് നല്ലോണം പെരുമാറുന്ന ഒരു സ്ക്യൂറലാണ്. ഹീ ടേക്സ് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അവൻ ഭക്ഷണമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാറുണ്ട്. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഡോണ്ട് സീം ടു അപ്രീഷിയേറ്റ് അവർ ഫ്രണ്ട്ഷിപ്പ്. അവൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ അവൻ്റെ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ ചങ്ങാത്തത്തെ എന്ത് ചെയ്യുന്നില്ല, ആ ചങ്ങാത്തത്തിനോട് താല്പര്യം അവർക്ക് ഇല്ല. ഇഫ് യു വാണ്ട് ടു സീ ഹിം, നിനക്ക് അവനെ കാണണമെങ്കിൽ ഐ ഷാൽ സെൻഡ് എ വാട്സപ്പ് മെസ്സേജ് ടു യു സൂൺ. ഞാൻ നിനക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ഞാൻ നിനക്ക് ഇട്ടുതരാം. ഐ ആം ഷുവർ യു വിൽ സെർട്ടൻലി ലൈക്ക് മൈ ലിറ്റിൽ ഫ്രണ്ട്. എനിക്ക് ഉറപ്പുണ്ട് നീ തീർച്ചയായും എൻ്റെ പുതിയ ഫ്രണ്ടിനെ ഇഷ്ടപ്പെടുമെന്നുള്ളത് എന്ന് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഒപ്പിട്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ പേരും എഴുതുക. ഒന്നുകൂടി ഞാൻ പറയാം, ഇംഗ്ലീഷിൽ ഇപ്പം പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഡിയർ ശരവൺ, hope you are enjoying your vacation there. I want to write you about my thrilling experience with a new friend. A grey squirrel that lives on my old banyan tree is my new friend. He is bold and loving. He takes food from my hands. His friends and relatives don't seem to appreciate our friendship. If you want to see him, I shall send a WhatsApp message to you soon. I am sure you will certainly like my little friend. Yours lovingly. നമ്മൾ ഒപ്പിടുക, അതുപോലെ തന്നെ നെയിമും. ഇതാണ് നിങ്ങൾ നോട്ടിലേക്ക് മാറ്റേണ്ടത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് പരിശോധിച്ചിട്ട് ഞാൻ പറയുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി തയ്യാറാക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇംഗ്ലീഷിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3യിലേക്ക് പോകാം. എന്താണ് ആക്ടിവിറ്റി 3 പറയുന്നത്? ആക്ടിവിറ്റി 3യിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാനാണ്. എന്താണ്? വാച്ചിങ് ദ നേച്ചർ around us is really interesting. Each and every living being has its own characteristics. The boy in the story narrates certain features of a few animals, list them out. വാച്ചിങ് ദ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയെ വാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടിനെ ശ്രദ്ധിക്കുമ്പോൾ റിയലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ജീവികൾ അതിൻ്റേതായ പൊതു സ്വഭാവമുണ്ട്. അതിൻ്റേതായ ഒരു സ്വഭാവം ഓരോ ജീവികൾക്കും, മനുഷ്യനായാലും മൃഗമായാലും പക്ഷികളായാലൊക്കെ അതിന് ഓരോരുത്തരും അതിൻ്റേതായ സ്വഭാവമുണ്ട്. ദ ബോയ് ഇൻ ദ സ്റ്റോറി നെറേറ്റ് സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂ ആനിമൽസ്. ഈ കഥയുള്ള കുറച്ച് കഥാപാത്രങ്ങളെ പറ്റി വിവരിക്കുകയാണ് കുട്ടി ഇതിൽ ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കാം. ഒന്നാമത്തെ അവിടെ കുട്ടി പറഞ്ഞിട്ടുണ്ട് ദ സ്ക്യൂറൽ. എന്താണ് സ്ക്യൂറൽ? ആരാണ്? അതാണ് ദ സ്ക്യൂറൽ വാസ് വെരി യങ്. സ്ക്യൂറൽ വളരെ ചെറുപ്പമാണ്. ഇറ്റ് വാസ് സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ. അത് വളരെ ചെറുതാണ്, അതുമാത്രമല്ല ഗ്രേ കളറാണ്. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ. ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. ഫൈൻഡിങ് ദ ബോയ്, കുട്ടിയെ കണ്ട നോട്ട് ഹാംഫുൾ, അതൊരു അക്രമ സ്വഭാവമുള്ളതായിരുന്നില്ല. ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം. അവൻ കുട്ടിയുമായി നല്ല ചങ്ങാത്തത്തിലായി. ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ് ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ആ കുട്ടിയെ വിശ്വസിക്കുകയും അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സ്ക്യൂറലിനെ പറ്റി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടാമത് സ്നേക്കാണ് അല്ലേ? നമുക്ക് സ്നേക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാം, ശ്രദ്ധിച്ചാൽ മതി. ദ കോബ്ര വാസ് എ ഹ്യൂജ് വൺ. കോബ്ര ഹ്യൂജാണ്, വളരെ വലിയ ഒരു ജീവിയാണ് കോബ്ര. ഇറ്റ് വാസ് ബ്ലാക്ക് ഇൻ കളർ. അതിൻ്റെ നിറം എന്താണ്? ബ്ലാക്കാണ്. ഇറ്റ് വാസ് അബൌട്ട് 6 feet ലോങ്. ഏകദേശം 6 അടി നീളമുണ്ട് എന്തിന്? നമ്മളെ കോബ്രക്ക്. ഇറ്റ് ഹാഡ് വെരി ബ്രോഡ്. അതിന് എന്തുണ്ട്? വലിയ വീതിയേറിയ സ്പെക്ടാക്കിൾഡ് ഹുഡ്, കണ്ണാടി പോലെയുള്ള എന്തുണ്ട്? പത്തിയുണ്ട്. അതുമാത്രമാണോ? ബൈ നേച്ചർ ഇറ്റ് വാസ് എ എനിമി ഓഫ് മംഗൂസസ്. നമുക്കറിയാം പ്രകൃതിയെ തന്നെ കോബ്ര മംഗൂസിൻ്റെ ആരാണ്? എനിമിയാണ്, ശത്രുവാണ്. ഇറ്റ് ഹാഡ് എ ഫോക്ക് ടങ്ക്. അതിനെന്ത്? രണ്ട് ഭാഗത്തേക്ക് വിരിഞ്ഞ് നിൽക്കുന്ന, രണ്ട് ഭാഗത്തേക്ക് തെന്നി നിൽക്കുന്ന ടങ്ക്, നാവുണ്ട്. ദ സാക്സ് ബിഹൈൻഡ് ഇറ്റ്സ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ദ സാക്സ് ബിഹൈൻഡ് ഇറ്റ്സ് ലോങ്. അതിൻ്റെ പത്തിയുടെ താഴെയായിട്ട്, പല്ലിൻ്റെ താഴെയായിട്ട് അതിന് എന്തുണ്ട്? സാക്സ് ഉണ്ട്. ഫാങ്സ് വെയർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതിൻ്റെ അകത്ത് മുഴുവൻ എന്താണ്? വിഷം, ഭയങ്കര വിഷം ചേർന്ന മരണകാരമാകുന്ന വിഷമാണ് അതിലുള്ളത്. ഇറ്റ് വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. അവൻ ബുദ്ധിമാനായ, അനുഭവസ്ഥനായ ഒരു ഫൈറ്ററാണ്. അതാണ് അതിൻ്റെ മലയാളം ഇംഗ്ലീഷും കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഏതാണ്ട് രീതി ഒന്ന് പറയാം, ഇങ്ങനെ എഴുതിയാൽ മതി. ദ കോബ്ര വാസ് എ ഹ്യൂജ് വൺ. ഇറ്റ് വാസ് ബ്ലാക്ക് ഇൻ കളർ. ഇറ്റ് വാസ് അബൌട്ട് 6 feet ലോങ്.
It had very broad, spectacled hood. By nature, it was the enemy of mongooses. It had a forked tongue. The sacs behind its long, sharp fangs were full of deadly venom. It was a skillful and experienced fighter. അതാണ് നമ്മൾ സ്നേക്കിനെ പറ്റി എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തുള്ള കഥാപാത്രം ആരാണ്? മംഗൂസാണ്. അപ്പോൾ മംഗൂസിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും എഴുതേണ്ടിയിരിക്കുന്നു. എന്താണ് മംഗൂസ്? ദ 3 foot ലോങ് മംഗൂസ് വാസ് ഗ്രൈൻ കളർ. 3 അടി നീളമുള്ള മംഗൂസ് എന്താണ്? ഗ്രേ കളറാണ്. ഇറ്റ് വാസ് ക്ലവർ ആൻഡ് അഗ്രസീവ്. വളരെ ബുദ്ധിമാനാണ്, അതുമാത്രമല്ല അഗ്രസീവാണ്. എന്തിനോടും പടവരുത്താൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് മംഗൂസ്. ദ മംഗൂസ് ഓൾസോ വാസ് എ വെരി ഗുഡ് ഫൈറ്റർ. മംഗൂസ് അത് മാത്രമല്ല നല്ലൊരു ഫൈറ്ററും കൂടിയാണ്, പോരാളിയും കൂടിയാണ്. ഇറ്റ് ഹാഡ് എ ബുഷി ടെയിൽ. അതിന് നല്ല രോമമുള്ള എന്തുണ്ട്? വാലുണ്ട്. ദ ലോങ് ഹെയർ ഓൺ ഹി സ്പൈൻ വാസ് വെരി തിക്ക്. അവൻ്റെ സ്പൈനിലുള്ള വാലിൻ്റെ മുകളിലായിട്ട് പിന്നിലായിട്ട് എന്താണ്? ലോങ് ഹെയർ. ഇറ്റ് സ്പൈൻ വാസ് വെരി തിക്ക്. വളരെ തിക്കായിട്ടുള്ള മുടിയുണ്ട്. ഇറ്റ് ഗെയ്വ് രോമം. ഇറ്റ് ഗെയ്വ് പ്രൊട്ടക്ഷൻ ഇറ്റ് ഫ്രം ദ കോബ്രാസ് ബൈറ്റ്. അതുകൊണ്ട് തന്നെ കോബ്രയുടെ കടിയിൽ നിന്ന് അവന് എന്ത് ചെയ്യാൻ പറ്റി? അവനെ സംരക്ഷിക്കാൻ അവന് പറ്റും. ആഫ്റ്റർ എ ഫെറോഷ്യസ് ഫൈറ്റ് ഇറ്റ് കുഡ് കിൽ ദ കോബ്ര. എന്നാണ് തുടർച്ചയായ യുദ്ധത്തിൽ അവൻ അക്രമത്തിൽ ആരെ കൊന്നു? ആ കോബ്രയെ കൊന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, അതുപോലെ എഴുതിയാൽ മതി. The 3 foot long mongoose was grey in color. It was clever and aggressive. The mongoose also was a very good fighter. It had a bushy tail. The long hair on its spine was very thick. It gave protection to it from the cobra's bite. After a ferocious fight, it could kill the cobra. ഇത്രയും കാര്യമാണ് നമ്മൾ പറയുന്നത്. 3 ആക്ടിവിറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ 3 ആക്ടിവിറ്റി നിങ്ങളുടെ നോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി തയ്യാറാക്കണം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുക? അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം 4, 5, 6 ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 10ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ അവരെ ഫോണിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.